ഹായ് കൂട്ടുകാരെ, ഇത് ഞാൻ വീണ്ടും എത്തിയിട്ടാണ്. ഇന്ന് പറയാൻ പോണേ ഉള്ളിത്തീയിലാട്ടോ. അപ്പോൾ ഉള്ളി ഒരു 15 ഉള്ളിയോളം എടുക്കുക, അങ്ങനെ ചെറുതായിട്ട് അരിയുക. പിന്നെ പച്ചമുളക്, കറിവേപ്പില. പിന്നെ വേണ്ടത് തേങ്ങ. തേങ്ങ ഒരു സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടി മതി കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് അരി. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് വറുത്തരയ്ക്കുക. ഇതുണ്ട് വറുത്ത് വെച്ചിരിക്കുന്ന. ഇനി ഇത് അരപ്പ് ചേർക്കുക. പിന്നെ ഇത് ഉണ്ടാക്കുന്ന വിധം, അതായത് ഉള്ളി കടുക് പൊട്ടിച്ച് വരട്ടി വേണമെങ്കിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇത് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഈ വെളിച്ചെണ്ണ തെളിയുന്നത് വരെ വറുത്തര ചേർത്ത് പുളിയും ചേർത്ത് ഉപ്പും ചേർത്ത് വാങ്ങാം. ഇങ്ങനെയാണ് സാധാരണ ഉള്ളിത്തീയിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ചുട്ടരച്ച ചമ്മന്തി മഴക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പനിയുള്ള വീടുകളിലൊക്കെ ഇപ്പോൾ പനിയാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഒരു ചുട്ടരച്ച ചമ്മന്തി, ഒരു അരമുറി തേങ്ങ ചുട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പത്ത് വെച്ച് ചുട്ടത്. കാന്താരിമുളക്, ഒരു 3-4 ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പുളി, ഉപ്പ്. ഇതെല്ലാം കൂടി അരയ്ക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ കല്ലിൽ അരയ്ക്കണം, ഞാനിപ്പോൾ മിക്സിയിൽ അരയ്ക്കണേ. ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ച് അരച്ച് ഉരുട്ടിയെടുക്കുക. അങ്ങനെയാണ് ഞാൻ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കണത്. പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത് ഗോതമ്പിൻ്റെ കഞ്ഞി കേട്ടോ. ഗോതമ്പൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെറുപയറും തേങ്ങയും ചേർത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ കഞ്ഞിയും ചമ്മന്തിയും തീയലും പിന്നെ പിണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് വളർത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ കറി. അപ്പോൾ നാളെ കാണും വരെ ടാറ്റാ.